ഗുഡ് മോർണിംഗ് മാർക്കറ്റ് പ്ലസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഏഷ്യൻ വിപണികളുടെയും ഒപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെയും പ്രകടനം തന്നെ നമുക്ക് ആദ്യം വിലയിരുത്തി നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ത്യൻ വിപണിക്ക് ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഇടിവിലായിരുന്നു വ്യാപാരം ആരംഭിച്ചത്. നിലവിലും ഒരു ഇടിവിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏഷ്യൻ വിപണികളിൽ ഒരു സമ്മിശ്ര പ്രതികരണം കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം US വിപണിയും ഒരു നഷ്ടത്തിൽ തന്നെയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തായ്വാൻ വെയ്റ്റഡും കോസ്പിയും ഒക്കെ തന്നെ ഒരു ഇടിവിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നിക്കി 225 സ്ട്രേറ്റ് ടൈംസും ഒക്കെ തന്നെ ഒരു നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജക്കാർത്ത കോമ്പസൈറ്റ് 0.23% ഒരു മുന്നേറ്റം പ്രകടമാക്കുന്നുണ്ട്. ഷാങ്ഹായ് കോമ്പസൈറ്റ് 0.21% ഒരു ഇടിവാണ് ഇന്നത്തെ വിപണിയിൽ പ്രകടമാക്കുന്നത്. കഴിഞ്ഞ ദിവസം US വിപണിയെ സംബന്ധിച്ച ഒരു ഇടിവിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഡൗ ജോൺസ് 235 പോയിന്റോളം ഒരു ഇടിവ് രേഖപ്പെടുത്തി. S&P 500ഉം 0.77% ഒരു നഷ്ടമാണ് രേഖപ്പെടുത്തിയത്. 5199 എന്ന റേഞ്ചിലാണ്. നാസ്ഡാക്ക് 1% ഒരു ഇടിവ് പ്രകടമാക്കിയിരുന്നു. 16,195 എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം US വിപണിയിൽ ഒരു ഇടിവോടുകൂടി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏഷ്യൻ വിപണികൾ സമ്മിശ്ര പ്രതികരണമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ ഉപരി നമ്മളുടെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി ഡിസിഷൻസ് അറിയാനിരിക്കുകയാണ്. ഇത്തവണയും ഹോൾഡ് റേറ്റ് നിരക്കിലൊരു വർധനവോ അല്ലെങ്കിൽ നിരക്കിലൊരു കുറവ് രേഖപ്പെടുത്തില്ല എന്ന് തന്നെയാണ്, ഒരു നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്നുള്ള സ്റ്റാൻസ് തന്നെ നിലനിർത്തി റിപ്പോ റേറ്റിലും മാറ്റമില്ലാതെ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇന്നത്തെ ഈ ഒരു RBIയുടെ മീറ്റിംഗും ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഏതായാലും ഇന്നിപ്പോൾ പതിവ് പോലെ നമ്മളോടൊപ്പം ഇൻഹൗസ് എക്സ്പേർട്ട് പ്രദീപ് സർ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ US വിപണിയുടെ പ്രകടനം തന്നെ വിലയിരുത്താം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ US വിപണി ഒരു ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു നെഗറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചൊരു നെഗറ്റീവ് സ്റ്റാർട്ടിനുള്ള ഒരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? മോർണിംഗ് വ്യൂവേഴ്സ്. സോ ഇന്നലെ പ്രിയ പറഞ്ഞതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിലെ കനത്ത സെല്ലിംഗ് വീണ്ടും നേരിട്ടിരുന്നു. ആൻഡ് നമുക്കറിയാം ഓൾറെഡി നാസ്ഡാക്ക് ഇൻഡെക്സിൻ്റെ ലോങ് ടേം ട്രെൻഡ് വാസ് ഓൾറെഡി ബെയറിഷ്. ആൻഡ് ഇന്നലത്തെ ഒരു ഇടിവിനെ തുടർന്ന് ഈവൻ ഡൗ ജോൺസ് ഇൻഡെക്സിലും ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 28,700 പോയിൻറ്റ്സ്. 38,700 പോയിൻറ്റ്സ്, 38,700 പോയിൻറ്റിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ സപ്പോർട്ട് കാണുന്നത് 37,900 പോയിൻറ്റിലാണ്. സോ ഔട്ട്ലുക്ക് ഈസ് വെരി ബെയറിഷ്. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും അവിടെയും നമുക്ക് ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിൻ്റെ അടുത്ത 2 മേജർ സപ്പോർട്ട് കാണുന്നത് ആദ്യത്തെ 17,400, അതിനെ തുടർന്ന് 17,200. ആൻഡ് അമേരിക്കൻ വിപണിയിൽ നമുക്കൊരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ വി ഹാവ് ഗോട്ട് ടു ബി വെരി കെയർഫുൾ. കറൻറ്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അമേരിക്കൻ വിപണിയിൽ എടുക്കാനായിട്ട് ഒരിക്കലും അഡ്വൈസ് ചെയ്യത്തില്ല. കമ്മ്യൂണിറ്റി മാർക്കറ്റ്സിൽ ക്രൂഡിനെ സംബന്ധിച്ചിപ്പോൾ 0.24% ഒരു മുന്നേറ്റത്തിൽ ബാരലിന് $78 എന്നുള്ള റേഞ്ചിൽ മുന്നോട്ട് പോകുന്നു. WTIയും ബാരലിന് $75 മുകളിലായിട്ടാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ സർ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിൻ്റെ ഔട്ട്ലുക്കിൽ ഒരു മാറ്റമില്ല. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി ബെയറിഷ്. നമ്മൾ WTI ക്രൂഡിൻ്റെ കേസ് നോക്കുമ്പോഴേക്കും 2 മേജർ റെസിസ്റ്റൻസസ് കാണുന്നത് $75 അതിനെ തുടർന്ന് $77. എനിക്ക് തോന്നുന്നില്ല $77 റെസിസ്റ്റൻസ് ക്രൂഡിന് ഈ ഒരു ഫേസിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ക്രൂഡിൽ ഉണ്ടെങ്കിൽ നമ്മൾ $71 ഒരു സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഗോൾഡിനെ സംബന്ധിച്ച് 0.22% ഒരു നേട്ടത്തിൽ ട്രൈ ഔൺസിന് 2,390 എന്ന റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഗോൾഡിൽ കഴിഞ്ഞ 4 സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിന് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വ്യാപാരത്തിൽ നമ്മൾ $2,465 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 2,500, അതിനെ തുടർന്ന് ഓൾ ടൈം ഹൈ 2,522 വിൽ ബി ദ റെസിസ്റ്റൻസ്. അതേസമയം നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $2,395 ലെവലിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ആഭ്യന്തര വിപണിയുടെ പ്രകടനം കഴിഞ്ഞ ദിവസം വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ 3 ദിവസത്തെ ആ ഒരു ഇടിവിന് ശേഷം കഴിഞ്ഞ ഒരു സെഷനിൽ ഒരു നേട്ടത്തിൽ അവസാനിക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 305 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 24,297 എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ RBIയുടെ മോണിറ്ററി ഡിസിഷൻസ്, പോളിസിയുടെ ഡിസിഷൻസ് അറിയാനിരിക്കുകയാണ്. ഈ ഒരു ഇത്തവണയും നിരക്കിൽ മാറ്റമില്ലാതെ നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ജൂണിലെ CPI കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഫുഡ് ഇൻഫ്ലേഷൻ കാരണം CPI നമ്മുടെ സഹനപരിധിയായ 4% മുകളിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണാൻ സാധിക്കുന്നത്. RBIയുടെ മോണിറ്ററി ഡിസിഷൻസിനെ കുറിച്ചുള്ള സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നിഫ്റ്റിയിൽ ഇതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാകുമെന്ന് സാർ പ്രതീക്ഷിക്കുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എനിക്ക് തോന്നുന്നില്ല നിലവിലുള്ള റെപ്പോ റേറ്റിലൊക്കെ മാറ്റം കൊണ്ടുവരുമെന്ന്. പിന്നെ ഒരു പ്ലസൻറ്റ് സർപ്രൈസും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാച്ചുറലി ഇറ്റ് വിൽ അഫക്ട് ദ മാർക്കറ്റ്. ബട്ട് അറ്റ് ദിസ് മൊമെൻറ്റ് ദ ജനറൽ എക്സ്പെക്റ്റേഷൻ ആൻഡ് മൈ എക്സ്പെക്റ്റേഷൻ കാര്യമായിട്ട് RBI സ്റ്റാൻസിലെ മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ബട്ട് നമ്മൾ ഇന്ത്യൻ നിഫ്റ്റി IT നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് നാസ്ഡാക്ക് ആൻഡ് ഡൗ ജോൺസിൽ കണ്ടതുപോലെ തന്നെ വി ക്യാൻ സി എ ലോട്ട് ഓഫ് വീക്ക്നെസ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട നിഫ്റ്റി 50യുടെ കേസിൽ 23,950 പോയിൻറ്റിൻ്റെ സപ്പോർട്ട് ലെവൽ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കനത്ത സെല്ലിങ്ങിന് വേണ്ടി വീണ്ടും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് 23,500 അതിനെ തുടർന്ന് 23,100 ആയിരിക്കും. അതോടൊപ്പം നിഫ്റ്റി ബാങ്ക് സൂചിക കഴിഞ്ഞൊരു സെഷനിൽ 50,119 എന്ന റേഞ്ചിൽ 370 പോയിന്റിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ബാങ്കിംഗ് ഓഹരികളിൽ ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചു. HDFC, SBI ഒക്കെ തന്നെ 1.5% നേട്ടം രേഖപ്പെടുത്തി. പഞ്ചാബ് നാഷണൽ ബാങ്ക് 2% ഒരു നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ബാങ്കിൻ്റെ കേസിൽ അണ്ടർടോൺ അഗെയിൻ കണ്ടിന്യൂസ് ടു ബി ബെയറിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ്. ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു റിവേഴ്സൽ കാണണമെങ്കിൽ 51,200 പോയിൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആൻഡ് അൺലെസ് RBIയുടെ മോണിറ്ററി പോളിസിയിൽ അത്ര ഫേവറബിളായിട്ടൊരു സ്റ്റാൻസിൽ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇന്നൊരു ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് നമ്മുടെ കൈവശം ബാങ്കിങ് ഓഹരികൾ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ 49,550 സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്കൊരു 500 to 1,000 പോയിൻറ്റ് കറക്ഷൻ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ റിയലിറ്റി സെക്ടറിനെ കുറിച്ച് കൂടി സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞൊരു സെഷനിൽ ഒരു 2% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സ് ടാക്സ് ബെനിഫിറ്റ്സിൻ്റെ റിലാക്സേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നത് റിയലിറ്റി സെക്ടറിനെ വലിയ തോതിൽ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ ഈ ഒരു ഡിസിഷൻ, മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് വരാനിരിക്കെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറിൽ ഒന്ന് റിയലിറ്റി സെക്ടർ തന്നെയാണ്. റിയലിറ്റി സെക്ടറിൽ സാറിൻ്റെ മൊത്തത്തിൽ ഒരു ഔട്ട്ലുക്ക് എന്താണ്? റിയലിറ്റി സെക്ടറിൽ നമുക്കിപ്പോൾ ഒരു ലോങ് ടേം ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകളുണ്ടോ? പ്രിയ, നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും എഗെയിൻ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ഇന്നലെ നമുക്ക് ഒരു ചെറിയൊരു നേരിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചെങ്കിലും ആ ഒരു ഗെയിൻസ് ഒന്നും തന്നെ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 995 പോയിൻറ്റിൻ്റെ സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും. അറ്റ് ദിസ് പോയിൻറ്റ് നമുക്ക് ഇപ്പോൾ DLF, ഓബ്രോയ് റിയാലിറ്റി, ഗോദ്രേജ് പ്രോപ്പർട്ടി മുതലായ മേജർ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ സെഷനിൽ നിഫ്റ്റി നേട്ടത്തിൽ അവസാനിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ ഓഹരികളും നേട്ടത്തിൽ അവസാനിച്ച ഒരു സെറ്റ് ഓഫ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഡിഫൻസ് സ്റ്റോക്ക് തന്നെയായിരുന്നു. അതിൽ പ്രത്യേകിച്ചും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ സംബന്ധിച്ച് 5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് 4% ഒരു മുന്നേറ്റം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ 2 സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിൻ്റെ മുന്നോട്ടേക്കുള്ള റിവ്യൂ എന്താണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ആൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജൂൺ 4 ശേഷം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ ഒരു ലോങ് ബ്രോഡായിട്ടൊരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് നീങ്ങിയിരുന്നു. ആൻഡ് നല്ലൊരു സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ബട്ട് നമുക്കൊരു കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല.
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 4450. അടുത്ത 3 സെഷൻസിൽ ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വരും സെഷൻസിൽ തീർച്ചയായിട്ടും ഐ തിങ്ക് വി വിൽ സ്റ്റാർട്ട് ഗെറ്റിംഗ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 5150 രൂപ. ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ കേസിലും സിമിലറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജൂലൈ മാസത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ഒരു സ്റ്റോക്കിൽ കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. ഈ സ്റ്റോക്കിന് 280 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. ബട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 310 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞൊരു സെഷനിൽ റിലയൻസ് ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള റിലയൻസ് ഒരു നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയപ്പോൾ റിലയൻസിനോടൊപ്പം തന്നെ ജിയോ ഫിനിലും ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കണ്ടിരുന്നു. 6% ഒരു നേട്ടത്തിൽ 329 രൂപ എന്ന റേഞ്ചിലാണ് ജിയോ ഫിൻ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. ജിയോ ഫിനിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണ്? സോ ജിയോ ഫിൻ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് കനത്ത സെല്ലിംഗ് നേരിട്ടൊരു സ്റ്റോക്കായിരുന്നു ജിയോ ഫിൻ. ജിയോ ഫിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ് ബട്ട് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ജിയോ ഫിൻ്റെ കേസിൽ 350 രൂപയിൽ വളരെ മേജർ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ. സോ ഇന്നത്തെ വ്യാപാരത്തിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും ജിയോ ഫിനിൽ കാണാൻ സാധിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 308 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ കമിൻസ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു റിസൾട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ സെഷനിൽ 6% നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമിൻസ് ഇന്ത്യക്ക് സാധിച്ചിരുന്നു. കമിൻസ് ഇന്ത്യയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണ്? കമിൻസ് ഇന്ത്യ അഗെയിൻ കഴിഞ്ഞ ഒരു 4-5 ആഴ്ചകളായിട്ട് നല്ലൊരു കറക്ഷൻ നേരിട്ടൊരു സ്റ്റോക്കായിരുന്നു ഇത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സ്റ്റോക്കാണ് കമിൻസ് ഇന്ത്യ. ആൻഡ് കമിൻസ് ഇന്ത്യയുടെ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ് ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇതിപ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്നത് 3870 രൂപയിൽ. സോ ലെറ്റ് us ജസ്റ്റ് വെയിറ്റ്. ഇതൊരു നമ്മുടെ വാച്ച് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു സ്റ്റോക്കായത്. ഈ സ്റ്റോക്കിൽ നല്ല ശക്തമായിട്ടൊരു സപ്പോർട്ട് ഏരിയ 3400 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇന്നലെ കമിൻസിൽ ബൈയിങ് ഇൻട്രസ്റ്റ് വന്നപ്പോഴേക്കും നമുക്ക് ABB ഇന്ത്യയിലും നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇതും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 8060 റുപ്പീസ് ആൻഡ് മേജർ സപ്പോർട്ട് 7190. എനിക്ക് തോന്നുന്നില്ല 7190 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ ദിസ് ഓൾസോ ഹാസ് ടു ബി ഇൻ ദ വാച്ച് ലിസ്റ്റ്. ആൻഡ് മൂന്നാമത്തെ ഒരു സ്റ്റോക്ക് ഇതേ കാറ്റഗറിയിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് സീമെൻസ് ഇന്ത്യ. സീമെൻസ് ഇന്ത്യയും കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് നല്ല കറക്ഷൻ നേരിട്ടൊരു സ്റ്റോക്കായിരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്ന 6400 രൂപയിൽ. ഇതിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് 7250 രൂപയിലാണ് കാണുന്നത്. 7250 റുപ്പീസിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ലഭിക്കും. കഴിഞ്ഞ സെഷനിൽ റിസൾട്ടുകൾ റിലീസ് ചെയ്തതിൽ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റോക്കായിരുന്നു ക്രെഡോ ബ്രാൻഡ്സ് മാർക്കറ്റിംഗ്. കഴിഞ്ഞൊരു സെഷനിൽ 13% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ പ്രോഫിറ്റിൽ 14% ഒരു മുന്നേറ്റം ഇത്തവണ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 കോടിയോളം രൂപയായിട്ട് ഇത്തവണ അവരുടെ അറ്റ ലാഭം ഉയർത്തിയിട്ടുണ്ട്. സെയിൽസിലും 5% മുന്നേറ്റം കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണ്? ക്രെഡോ മാർക്കറ്റിംഗ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഇത് ഡിസംബർ 27-നായിരുന്നു ഇത് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിങ്ങിന് ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ടൊരു സ്റ്റോക്കാണ് ക്രെഡോ മാർക്കറ്റിംഗ്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ സ്റ്റോക്കിൻ്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് അറൗണ്ട് 145 റുപ്പീസ് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല 145 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഇന്ന് നമുക്ക് ഇതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ നല്ല ചാൻസസ് ഉണ്ട്. സോ നമുക്കൊരു 160, 175 ഈ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഇനി ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന 215 രൂപയിലായിരിക്കും. പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവസാനമായിട്ട് ഒരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കൻസായ് നെറോലാക് പെയിൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 6% നേട്ടത്തിൽ 298 രൂപ റേഞ്ചിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു മൊത്തത്തിലുള്ള പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഇയർട്ടിൽ ഡേറ്റിലെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്മേലുള്ള സാറിൻ്റെ ലോങ് ടേം വ്യൂ എന്താണ്?
ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കൺസൈൻ എറോലാക്കിൽ കാണുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ 4-5 സെഷൻസിൽ പെയിൻറ്റ് കമ്പനീസിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ആക്സോ ഇന്ത്യ, അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ്, ഇതിലൊക്കെ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൺ ഇൻ ബർജർ പെയിൻറ്റ്സ് ആൻഡ് കൺസൈൻ എറോലാക്ക് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ഇതൊരു നല്ല കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. അറൗണ്ട് 260 റുപ്പീസ് വളരെ സ്ട്രോങ് ഒരു ബേസ് ഫോം ആയിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 304 രൂപ. 304ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 315, 325, 340. ആൻഡ് ഐ തിങ്ക് ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ ആ ഒരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. പ്രേക്ഷകരെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ അർജുൻ എന്ന പ്രേക്ഷകൻ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് എക്സൈഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 496 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. എക്സൈഡ് ഇൻഡസ്ട്രീസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻഫാക്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ബട്ട് ഈ സ്റ്റോക്കിന് 478 രൂപയിൽ നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. അവിടെ ആയിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഇന്നൊരു ഷോർട്ട് കവറിങ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് ലെവൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ 520, അതിനെ തുടർന്ന് 540. റാഷിദ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ കമ്മ്യൂണിക്കേഷൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 1876 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഷോർട്ട് ടേം ഒപ്പം തന്നെ ലോങ് ടേം വ്യൂവുമാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ചോദിച്ചിരിക്കുന്നത്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമുക്ക് നല്ല നേട്ടം നൽകിയൊരു സ്റ്റോക്കായത്. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്ന 1840 റുപ്പീസ്. ആൻഡ് ഈ സ്റ്റോക്കിൽ ഇന്ന് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1890 രൂപ. 1890 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 1960, അതിനെ തുടർന്ന് 2025 ആയിരിക്കും. രാജേഷ് എന്ന പ്രേക്ഷകൻ അദാനി പോർട്സിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 1543 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അദാനി പോർട്സ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൽ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1465 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 1600, രണ്ടാമത്തെ 1640. 1640 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. ജോയ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ഒസ്വാൾ ഗ്രീൻ ടെക് എന്ന് പറഞ്ഞ സ്റ്റോക്കിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 8% ഒരു നേട്ടത്തിൽ 47 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രിയ, ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നില്ല, ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ONGCയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ ONGCയെ സംബന്ധിച്ച് ഒരു നേട്ടത്തിൽ 329 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. ONGC അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ് ആൻഡ് ഇതിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ബുള്ളിഷായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 304 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 345 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു വലിയ മുന്നേറ്റം കാണാൻ സാധിക്കും. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 1025 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ടാറ്റ മോട്ടോഴ്സ് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്ക് നൽകിയൊരു സ്റ്റോക്കാണ് ടാറ്റ മോട്ടോ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 995 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് കറണ്ട് ലെവൽസിൽ നമ്മൾ അല്പം ഒരു റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറണ്ട് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. 1100, അതിനെ തുടർന്ന് 1160, 1190 ഈ 3 റെസിസ്റ്റൻസ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ്, അതോടൊപ്പം തന്നെ അമീർ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ മണപ്പുറം ഫിനാൻസിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. 1.5% നേട്ടത്തിൽ കഴിഞ്ഞ സെഷനിൽ 200 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. മണപ്പുറം ഫിനാൻസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 190 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം.
ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 210, അതിനെ തുടർന്ന് 220 രൂപയിൽ. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജുബിലിയൻ ഫാർമയുമായി ബന്ധപ്പെട്ട സാറിൻ്റെ ഒരു വ്യൂ ആണ്. ജുബിലന്റ് ഫാർമക്കോവ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി കാണുന്നു. ഈ സ്റ്റോക്കിൻ്റെ മേജർ റെസിസ്റ്റൻസ് 880, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 40 to 50 rupees ഗെയിൻ നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 810 rupees സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ജസ്വിൻ ജെയിംസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ പ്ലാറ്റിനം ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 6% നേട്ടത്തിൽ 318 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പ്ലാറ്റിനം ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം തുടർച്ചയായിട്ട് നമുക്കൊരു നേട്ടം ജൂൺ മാസത്തിന് ശേഷം നൽകിയൊരു സ്റ്റോക്ക് പ്ലാറ്റിനം. അറ്റ് ദ മൊമെൻറ്റ് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ലെവൽസിൽ ട്രേഡിംഗ് നടത്തി വരുന്ന കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 293 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 340 രൂപ. കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഹരീഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് എഞ്ചിനീയേഴ്സ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. 1.5% നേട്ടത്തിൽ കഴിഞ്ഞ സെഷനിൽ 233 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് 218 രൂപയെ കാണാൻ സാധിക്കുന്നുണ്ട്. 218 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഈ സ്റ്റോക്കിൻ്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 260 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. നിബു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് വോഡഫോൺ ഐഡിയയിലുള്ള വ്യൂ ആണ്. 3% നേട്ടത്തിൽ 15 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. വോഡഫോൺ ഐഡിയ ഫൈനാൻഷ്യൽസ് ഒട്ടും മികച്ചതല്ല. ബട്ട് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പെക്കുലേറ്റീവ് ബൈയിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ജൂൺ ഒരു മിഡിലിന് ശേഷം നല്ലൊരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ടൊരു സ്റ്റോക്കായത്. സ്റ്റോക്കിന് വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് ബേസ് 14 രൂപ 50 പൈസയിൽ കാണുന്നുണ്ട്. നമ്മളൊരു ഹൈ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 16 രൂപ 20 പൈസയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 16 രൂപ 65 പൈസ, അതിനുശേഷം 17 രൂപ 50 പൈസ, അതിനുശേഷം 18 രൂപ. ഒരു പ്രേക്ഷകൻ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 2.5% നേട്ടത്തിൽ 2349 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക് ആൻഡ് ഗാർഡൻ റീച്ച് കഴിഞ്ഞ ഒരു മാസമായിട്ട് നല്ല കറക്ഷൻ നേരിട്ട് വരുന്ന 3 സ്റ്റോക്സ് ആയത്. നമ്മൾ ഇന്ന് നേരത്തെ 2 ഡിഫൻസ് സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ആൻഡ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡിഫൻസ് സ്റ്റോക്സിൻ്റെ കറക്ഷൻ്റെ ലാസ്റ്റ് ഫേസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൈവശം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഷെയർസ് ഉണ്ടെങ്കിൽ 2090 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് താമസിക്കാതെ തന്നെ ഒരു റിവേഴ്സൽ കാണാൻ സാധിക്കും. നമ്മൾ 2410 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 2410 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് എൻ ഇൻഡിക്കേഷൻ കൺഫർമേഷൻ കറക്ഷൻ ഇസ് ഓവർ. രഞ്ജിത്ത് എന്ന പ്രേക്ഷകൻ അതോടൊപ്പം ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ കൂടി വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും എഗെയിൻ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വരും സെഷൻസിൽ ഇതിൽ ഒരു ഷോർട്ട് കവറിങ് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 245 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 280 രൂപ. 280 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്. 280 ശേഷം നമ്മൾ കാണുന്ന റെസിസ്റ്റൻസ് 305, അതിനുശേഷം 320, 342. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് നവനീത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവനീതിൻ്റെ സ്പെല്ല് ചെയ്യുകയാണെങ്കിൽ NAVNEET. നവനീത് എഡ്യൂക്കേഷൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഇതിൽ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് കാര്യമായിട്ട് സെല്ലിംഗ് പ്രഷർ ഒന്നും തന്നെ കാണുന്നില്ല. അറ്റ് ദിസ് മൊമെൻറ്റ് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ഷോർട്ട് ടേമിൽ ഒരു അല്പം സൈഡ് വേസ് പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൻ്റെ 2 മേജർ റെസിസ്റ്റൻസ് 172, അതിനെ തുടർന്ന് 178. 178 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്റ്റ് ചെയ്യാം.
ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സുസ്ലോൺ എനർജിയിലുള്ള വ്യൂ തന്നെയാണ്. 5% നേട്ടത്തിൽ 69 രൂപയിലാണ് കഴിഞ്ഞ സെഷനിൽ ക്ലോസ് ചെയ്തത്. സോ സുസ്ലോൺ എനർജി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൻ്റെ ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 71 രൂപ 75 പൈസ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ സ്റ്റോക്കിൽ 5 മുതൽ 8% നേട്ടം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് 65 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, രാജേഷ് എന്ന പ്രേക്ഷകൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. 1.5% ഒരു നേട്ടത്തിൽ 59 രൂപയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നേരത്തെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ കുറിച്ചൊരു വ്യൂ നൽകിയിരുന്നു. ഷോർട്ട് ടേം ട്രെൻഡ് ഫോർ ബാങ്കിങ് ഇൻഡെക്സ് ബെയറിഷായി മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ബാങ്കിങ് മേഖല നോക്കിക്കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ദ സ്മോൾ ക്യാപ്പ് PSU ബാങ്ക്സ് ലൈക്ക് സെൻട്രൽ ബാങ്ക്, IOB, പഞ്ചാബ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എക്സെട്ര. സോ ഈ സ്റ്റോക്സിൽ ഒന്നും തന്നെ ഇന്നൊരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. സെൻട്രൽ ബാങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ ഈ സ്റ്റോക്ക് 64 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ സാജു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മുക്ക പ്രോട്ടീൻ, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നു, MUKKA, മുക്ക പ്രോട്ടീൻസുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. 3% നേട്ടത്തിൽ 49 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. മുക്ക പ്രോട്ടീൻസ് ഓൾസോ ഫെബ്രുവരി മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്തത് ആൻഡ് ജൂൺ 4 ആയിരുന്നു ഈ ഒരു സ്റ്റോക്കിൻ്റെ നമുക്ക് ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്മോൾ ക്യാപ് സ്റ്റോക്സാണ് മുക്ക പ്രോട്ടീൻസ്. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 45 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു ഷോർട്ട് ടേം ട്രേഡിന് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 51 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 51ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 55 അതിനെ തുടർന്ന് 57 രൂപയിലും ആയിരിക്കും. അബ്ദു എന്ന പ്രേക്ഷകൻ സൊമാറ്റോയിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 6% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 265 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സൊമാറ്റോ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കഴിഞ്ഞ 4 സെഷൻസിൽ ഈ സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈ ലെവൽസിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഇതിൻ്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 280 റുപ്പീസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാം. എങ്കിലും കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. രാഹി എന്ന പ്രേക്ഷക പ്രിൻസ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 1.5% ഇടിവിൽ 582 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി പ്രിൻസ് പൈപ്സിൻ്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലോങ് പൊസിഷൻസ് വൈൻഡപ്പ് ചെയ്യാൻ നോക്കണം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 577 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ഷോർട്ട് കവറിങ് ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 2 മേജർ റെസിസ്റ്റൻസ് 620 അതിനെ തുടർന്ന് 640 ആയിരിക്കും. ഒരു പ്രേക്ഷകൻ സുപ്രിയ ലൈഫ് സയൻസിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 9% മുന്നേറ്റം പ്രകടമാക്കി 422 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സുപ്രിയ ലൈഫ് സയൻസസ് അണ്ടർടോൺ ഇസ് വെരി ബുള്ളിഷ്. ഇൻഫാക്ട് സുപ്രിയ ലൈഫ് സയൻസസിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമ്മുടെ ജനറൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് എലോങ് വിത്ത് FMCG ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സിലായിരിക്കണം ഈ ഒരു മാർക്കറ്റ് വോളറ്റിലിറ്റി നടക്കുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് നൽകേണ്ടത്. സിപ്ല, ലുപിൻ ലബോറട്ടറീസ് മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ സാധിക്കുന്നുണ്ട്. സുപ്രിയ ലൈഫ് സയൻസസിൻ്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 432 കാണുന്നത്. 432ൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒത്തിരി നേട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 378 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷകൻ ഗ്രോവിംഗ്ടൺ വെഞ്ചേഴ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കാണ്. 4% ഒരു ഇടിവിൽ 5 രൂപയിലായിരുന്നു കഴിഞ്ഞ സെഷനിൽ ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. ഇത്തരം പെനി സ്റ്റോക്സിൽ ഐ ഡോണ്ട് അഡ്വൈസ് ലോങ് പൊസിഷൻ. ഇത് അതിൻ്റെ ഒരു പ്രോബ്ലം കാണുന്നത് ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇതിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ട് എനിക്കൊരു വ്യൂ കിട്ടുന്നത്. ഇത്തരം സ്റ്റോക്സിൽ പൂർണ്ണമായിട്ടും ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യുക. ഇറ്റ്സ് ഹൈലി റിസ്കി. ഏതായാലും പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് അവസാനമായിട്ട് ഞാൻ കിറ്റക്സിൻ്റെ വ്യൂ കൂടി ചോദിക്കുകയാണ്. ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ നേട്ടം കണ്ടിന്യൂ ചെയ്ത് 3% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. സോ കിറ്റക്സ് കഴിഞ്ഞ 3 സെഷൻസിൽ കിട്ടിയ ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
ഈ സ്റ്റോക്കിന് വളരെ മേജർ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 280 ആൻഡ് 285. ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ നല്ല ചാൻസസ് ഉണ്ട്. പുതിയ ലോങ് പൊസിഷൻസ് കറണ്ട് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ഇറ്റ്. ആ 280 290 റേഞ്ചിൽ നമുക്കൊരു ട്രേഡ് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും അറ്റംപ്റ്റ് ചെയ്യാം. പുതിയ ലോങ് പൊസിഷൻസ് കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. മാക്സിമം ക്വരീസ് പ്രേക്ഷകരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത ക്വരീസ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിൽ വീണ്ടും ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും നന്ദി.